guys, assalamualaikum. Welcome back to my channel. Welcome back to the shopping vlog. Guys, കുറെ നാളായി ഇങ്ങനെ കാറിലൊന്നും പോവാതെ സംസാരിക്കാതെ. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ നമ്മളൊന്നും ഇല്ലാതെ പൊളിക്കണായിരുന്നു. അതുകൊണ്ട് നമുക്ക് ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല പുറത്ത് കറങ്ങാനുള്ളത്. വെൽക്കം ബാക്ക് ടു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ തരാൻ പോണ ഇൻട്രോ ആയിക്കോന്ന്. എന്തിനാ? അല്ല ഞാൻ അങ്ങനെ വിചാരിച്ചു. ഞാൻ കുറെ ദിവസത്തിന് ശേഷം വന്നല്ലേ. പിന്നെ നോക്കുമ്പോ പ്ലങ്ങായിട്ട് അതന്നെ ബേബിക്ക് obviously വെൽക്കം കൊടുക്കണം because for a week he was outside without us. That's totally not fair, you know. Exactly. ഞങ്ങള് പോലും അറിഞ്ഞില്ല. അപ്പൊ ഗൈസ് ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഇൻട്രോ എടുക്കണോന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു because I wanted to show my outfit today because it was so good. എന്റെ ടീഷർട്ടാണ് എടുത്തിട്ടേക്കണത്, അതുകൊണ്ടിട്ടാണ്. Did they ask you? അവർ വല്ല ചോദിച്ചാ? ഇല്ലല്ല. Oh, it was so good. Baby ബാംഗ്ലൂരിനൊക്കെ കൊണ്ടുവന്ന ജീനൊക്കെ കുറച്ച് നല്ല സ്റ്റൈലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. I wanted to show you but unfortunately ഇവര് ഫുള്ള് വേറെ ക്യാമറ കയ്യിൽ പിടിച്ചിട്ട് എന്റെ ഫോട്ടോ ഷൂട്ട് ആയിരുന്നു. Because അവർക്ക് തന്നെ മനസ്സിലായി I am looking so good. അവിടെ തന്നെ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് കൊടുത്താലേ നീ അതിന്റെ മുമ്പിൽ മാറിയിട്ട് വണ്ടി കൊണ്ട് കയറുള്ളൂ. വണ്ടിന്റെ മുമ്പിൽ മാറിയിട്ട് വണ്ടിയിൽ ഉള്ളിലേ കയറുള്ളൂ. അതുകൊണ്ടിട്ട് പെട്ടെന്ന് ഞങ്ങൾ എടുത്ത് പിടിച്ചത്. അപ്പൊ ഓക്കെ, and you know right, 5 more days to go. എന്തിന്? For what? 12 വർഷമായി സോനു ഈ ബേബിനെ സഹിക്കണം. 4 വർഷം സഹിച്ചിട്ടേ ഞാൻ ഇങ്ങനെ ക്ഷീണിച്ചു പോയി ഗൈസ്. ആരും നീ ക്ഷീണിച്ചു പോയിന്ന? ഓ അയ്യോ, നിന്നെ കട്ടറായ്മയില് നീ മറ്റേ എന്താ പറയാ ഈർക്കിലിനെക്കാട്ടി കഷ്ടപ്പെടുന്നത്. ഇന്നലെ പറഞ്ഞേ ഉള്ളൂ ബേബിന്റെ അടുത്ത് ഞാൻ എന്ത് മെഞ്ഞിട്ടായിരുന്നില്ല. ഇപ്പൊ പൊടി പോലെ ഞാൻ 12 വർഷം നീ എന്നെ പോലെ ഇവനൊരു ഓർക്കുന്നു അതന്നെ ഭയങ്കര ബേബി അടിപൊളി ടീഷർട്സ് ആണ് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചത്. പിന്നെ എനിക്ക് കുറച്ച് തട്ടിയൊക്കെ മാറ്റി വെറുതെ ഇട്ട് വന്ന് ചോദിച്ചു ബേബി ഇത് കൊള്ളാവോ. സത്യം പറയാം ഞാൻ ഇടൂല ബേബി, ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ നിങ്ങളുടെ ഊരില്ല ഇരിക്കട്ടെ. ശരി സെറ്റ്. അപ്പോ ടുഡേ വി ആർ ഗോയിങ് ഫോർ എ സ്മോൾ ഷോപ്പിംഗ് ബിക്കോസ് സോനുന്റെ ബേബിയുടെ ആനിവേഴ്സറി വന്നിട്ടുണ്ട്. പക്ഷേ സോനുന് ഞാൻ ബാംഗ്ലൂരിൽ തന്നെ ഡ്രസ് ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഡ്രസ് അങ്ങനെ ഷോപ്പ് ചെയ്യുന്നില്ല ആക്ച്വലി ദിസ് ടൈം. ബേബിക്ക് ഡ്രസ് മേടിക്കണം ഇന്ന് ബിക്കോസ് വി ആർ നോട്ട് ഗെറ്റിംഗ് ടൈം. ഇത് കഴിഞ്ഞിട്ട് ടൈം കിട്ടൂല, വിൽ ബി ബിസി. കുറച്ച് വേറെ പണിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബേബി ഇന്ന് ഡ്രസ് മേടിക്കണം. പിന്നെ സോനുന് സാൻഡൽ മേടിച്ചിട്ടില്ല, സോ വി ഗോണ ബൈ സാൻഡൽ ഫോർ ഹർ. പിന്നെ ഇയറിംഗ്സ് വേണം മാച്ചിങ് ആയിട്ടുള്ള. അപ്പോൾ ഈ പ്രാവശ്യം ഒരു വേറെ ലുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. സോനിനെ വെച്ചിട്ട് വേറൊരു എക്സ്പെരിമെന്റ് എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പല എക്സ്പെരിമെന്റ് ചെയ്താനേ, പക്ഷെ കുറച്ച് സ്ലിം ആവണം. എനിക്ക് തടി ഒരു മാച്ച് ഉള്ളു ഗൈസ്. ഉള്ള തടി വെച്ചിട്ട് ഞാൻ സ്റ്റാൻഡാക്കി കൊടുക്കും, മനസ്സിലായോ? അപ്പോ തടി ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ വെച്ച ഫിഷ് ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഗൈസ്. എന്റേതും കഴിച്ചു ബിക്കോസ് എനിക്ക് കൂടി കുറച്ചാളും ഞാനും ചെമ്പും കൂടെ ട്രിപ്പിലായ കാരണം ഞങ്ങൾക്ക് വേണ്ട ഫുഡ് എന്തെങ്കിലും അധികം നെയ്യൊന്നും ഇല്ലാത്ത ഫുഡൊക്കെ വെച്ച് കഴിക്കുമായിരുന്നു. 2-3 ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് ഫുള്ള് ബിരിയാണി ഒക്കെ തിന്ന് വീണ്ടും തടി വെക്കാൻ തുടങ്ങി. പിന്നെ ബേബി ട്രിപ്പ് പോകുമ്പോ കറക്റ്റ് ഫുഡ് കഴിക്കൂല, ഒരു നേരം കഴിക്കുള്ളൂ നല്ല ഫുഡ് കഴിക്കൂല. അതുകൊണ്ട് ശരി അവര് കണ്ടായിരുന്നു കുറച്ച് ക്ഷീണം നെയ്യൊക്കെ കുറയും. ആക്ച്വലി നമ്മളും അങ്ങനെയായിരുന്നു ബേബി പോയപ്പോ. നമ്മളെന്താണ് ലൈക്ക് ഭയങ്കര കഞ്ഞി നൂഡിൽസ് അങ്ങനെ ലൈറ്റ് ഓംലെറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. കറക്റ്റ് ആയിട്ട് നാസ്റ്റോ കറക്റ്റ് എപ്പോഴാണ് നീയൊക്കെ കഞ്ഞി കുടിച്ചത്? No, it's not like that. We were having light foods. മനസ്സിലായോ? സുൽഫൊക്കെ ഉണ്ടായിരുന്നല്ല, നമുക്ക് നൂഡിൽസ് ഒക്കെ ആക്കി കഴിക്കും. അല്ല കഞ്ഞി എന്ന് പറയുമ്പോൾ നീയൊക്കെ എപ്പോഴാണ് കഞ്ഞി കുടിച്ചത്? അല്ല അതല്ല നീ എപ്പോഴാണ് കുടിച്ചത്? ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ കഞ്ഞി കുടിച്ച കാര്യം. ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഇടയ്ക്ക് എന്റെ അടുത്ത് പറയും ബേബി ഉച്ചക്ക് ബിരിയാണി വാങ്ങിക്കോ. അപ്പൊ എല്ലാവർക്കും ബിരിയാണി വാങ്ങിച്ചു. പിന്നെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം നമ്മൾ ഫിഷ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഞ്ഞിയും ഉപ്പുമുളകും പിന്നെ പാസ്ത
നൂഡിൽസ് അങ്ങനെ ഒക്കെ. നോട്ട് ഓൺലി എവറി ടൈം കഞ്ഞി അങ്ങനെ ലൈറ്റ് ഫുഡ് ഈറ്റിംഗ്. ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. ഇല്ലെങ്കിൽ കറക്റ്റ് ടൈം ലൈക്ക് നാസ്റ്റ വേറെ ചോറ് വേറെ നൈറ്റ് നമ്മ അങ്ങനെ കഴിക്കുമല്ലോ. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മ ഒരു ഫുഡ് ആക്കും, നമുക്ക് വിശക്കുമ്പോൾ വി വർ ഹാവിങ് അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എന്തെങ്കിലും പറയാനുണ്ടോ? ബേബി എന്താ മേടിക്കാൻ പോണേ ഇന്ന്? മുണ്ടും ഷർട്ടാ? ഒരു കളസും സ്ലീവ്ലെസ് ടീഷർട്ട്. ഗൈസ് ഗോവയിൽ പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ ചാനലിൽ. അപ്പൊ എല്ലാരും പോയി ഒന്ന് കാണണം. ഞങ്ങൾ അങ്ങനെ വന്നിട്ട് താടിന് ഷേപ്പ് ചെയ്തിട്ടില്ല. ഫുള്ള് താടി മീശൊക്കെ വളർന്ന ആകെ എന്തോ പോലെ ഫേസ് ഷേപ്പ് ചെയ്യണം. താടിയൊക്കെ വളർന്ന് കുളമായി. അപ്പോ ആദ്യം തന്നെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാനുണ്ട്. അവിടെ പോയിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലുലു പോണേ. വേറെ സ്ഥലം ലുലുന്റെ അടുത്താണ്. വാവ്, ലുക്ക് അറ്റ് സൺ. അതിനാണ് ഞാൻ എടുത്തത്. വെരി നൈസ്. സുനു സുനു സ്റ്റോറി സുനി പാരയൊക്കെ എടുക്കും. അപ്പോ ഇന്ന് ഉച്ചക്ക് നമ്മൾ വേറെ ടൈപ്പ് വെക്കണേ. ഇന്ന് വേറെ ടൈപ്പ് വെച്ചത്. ഇറ്റ് വാസ് നോട്ട് ഗുഡ്. എനിക്ക് അത്ര ഇഷ്ടമില്ല. അന്ന് ചിക്കൻ റൈസ് വെച്ച് ഒരു ദിവസം. ബൈ ദ വേ സുൽഫ പോയപ്പോ ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ലല്ലേ. സോ സുൽഫ ഒക്കെ പോയാവാ. അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നു, കസിൻസ് ആൻഡ് ന്യൂലി മാരിഡ് കപ്പിൾസ് ആൻഡ് ഓൾ. സോ ദേ വെന്റ്. വി വർ വെരി സാഡ് അന്ന്. ആദിനെ വിട്ടിട്ട്, ആദം ബേബിനെ വിട്ടിട്ട് ഭയങ്കര മിസ് ചെയ്തു. ആദം ബേബി അവരെ അപ്പോ അവരൊക്കെ പോയി. എന്നിട്ട് അവർ പോണ ദിവസം എന്റെ പൊന്ന് കഴിച്ച് ഇവിടുന്ന് പോയി തിരിച്ച് വീട്ടിൽ എത്തണ വരെ ഇവള് മൊബൈലിൽ കൂടെ എന്റെ അടുത്ത് മിണ്ടിയതില്ലേ? മിണ്ടിയത് അക്രമമായിരുന്നു. എങ്ങനെ അല്ല ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നോന്നുള്ള രീതിയിലായിരുന്നു വെള്ളം. ഹലോ, വീഡിയോ കോൾ ചെയ്താലും എന്തേ? ശരി എന്നാ. കലിപ്പ് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ വരുന്നത് തോന്നണ്ട. ഇന്ന് മര്യാദക്കൊക്കെ നിന്നാണെങ്കിൽ ഒരു മാസം അടിച്ച് പൊളിച്ച് ബ്ലോക്ക് ചെയ്ത് പൊളിച്ചടക്കി ഞാനും ചെമ്പും വന്നേനെ. ഇത് പോയിട്ട് ആകെ 2 ദിവസം കോവല് നിന്ന് നേരെ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്ന്. ബാംഗ്ലൂര് 2 ദിവസം നിന്ന്, ഗോവയില് 2 ദിവസം നിന്ന്. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട്. ചപ്പൽസ്, ബാഗ്സ്. ഞാൻ വിചാരിച്ചു കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ചപ്പ് ചവറ് എന്നൊക്കെ. ചപ്പൽസ്, ക്യൂട്ട് ചപ്പൽസ്, ബാഗ്സ് ആൻഡ് ഓൾ അടിപൊളിയായിട്ടുണ്ട്. സോ ഓക്കെ, കൂടുതൽ വാളാക്കൂല. അപ്പൊ ഈ 2 ഡേയ്സിന്റെ അപ്ഡേഷൻസ് ഒക്കെ ഇതായിരുന്നു ഗൈസ്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ലുലു പോവാം. സോ അതിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാം, റിട്ടേൺ വരാം. ബേബിക്ക് ഒരു ഡ്രസ്സും മേടിക്കാം. ബേബിക്ക് പിന്നെ മേക്കപ്പ് അത് ഇത് മേടിക്കേണ്ട ആവശ്യമില്ല. ബേബി ചുള്ളെന്നൊക്കെ ഭയങ്കര ഇഷ്ടമില്ല ബേബി എന്തിന്? നമ്മളിപ്പോൾ ഒരു സ്ഥലത്താണ്. നമ്മൾ സുനുമോളുടെ പല്ല് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ക്ലിപ്പൊക്കെ ഇടാൻ പറ്റുമോ എന്ന് ജസ്റ്റ് അന്വേഷിക്കാനാണ് വന്നത്. സോ ഡാഡും സുനുമോൾ ഡോക്ടറെ കാണുന്നുണ്ട്. നമ്മളിവിടെ ഇരിക്കണതാണ്. സൈഗോ ആവാൻ ഉറങ്ങിയിട്ട് കണ്ണൊക്കെ പൂച്ചയുടെ പോലെ ഇരിക്കും അല്ലേ? സോ ഗൈസ്, ദിസ് ഇസ് മൈ കോസ്റ്റ്യൂം. ഫ്ലിപ്പ് പാക്കറ്റ് ഇതാണ് ടുഡേസ് കോസ്റ്റ്യൂം. മാപ്പിളയുടെ ടീഷർട്ടൊക്കെ കട്ടിട്ട്
Yes. എല്ലാം തന്നെ ബഷീയുടെ ടീഷർട്ട്. എന്താക്കണം പല്ല് ശരിയാക്കാൻ വാവടെ പല്ല് കാണിച്ചല്ലോ. ജസ്റ്റ് എൻക്വയറി എൻക്വയറി ആണ്. ഇല്ല വാവടെ അല്ല, ദീദിയുടെ പല്ല് എൻക്വയറി. ഓക്കെ, ഇവിടെ കൂടെ എന്നെയും കാണാം. ഈ ചെറിയ ചെറിയ മിററിൽ കൂടി എന്നെയും കാണാം. KFC കഴിക്കാൻ സമയം ഉണ്ടാവും. സോറി. Come, let's do a boomerang. Okay guys, കന്ത മോള് പുറത്ത് വരുമ്പോൾ നമുക്ക് ലുലു പോവാം. അതുവരെ ഇവിടെ ഐ തിങ്ക് സുൽഫ ആൻഡ് ഓൾ ചെമ്മു ആൻഡ് ഓൾ ലുലുലുള്ള തോന്നുന്നു അവരെ സ്റ്റോറീസ് ഉണ്ടായിരുന്നു. ബട്ട് സുൽഫാനെ വിളിച്ചിട്ട് എടുത്തിട്ടില്ല, അവള് ബിസി ആയിരിക്കും, കൊച്ചിനെ എടുക്കണമല്ലോ, ഫോൺ നോക്കാൻ പറ്റില്ല. സോ കോയിൻസിഡന്റ് ആയിട്ട് കിട്ടിയാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ജൈഗോണ് ഞാൻ മെൻഷൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റോറി ഇടാൻ പറയൂ. ഇൻസ്റ്റാ വട്ടാണ്. So guys, we are into purchase ചെയ്യണം. ആൻഡ് എൻ്റെ കസിൻ്റെ മാരേജിനുള്ള പർച്ചേസും ചെയ്യാനുണ്ട് ബേബിക്ക്. സോ ഇറ്റ്സ് വെയറിങ് വെറൈറ്റീസ് ഓഫ് തിങ്സ്. പൊള്ളിയാണ് ആര്, പക്ഷെ ഞാൻ ഇത് കാണിച്ചു തരില്ല ഇപ്പം, പിന്നെ റെഡി ആയിട്ടാണ് കാണിച്ചു തരുന്നത്. സോ ഓക്കെ, ലെറ്റ്സ് പർച്ചേസ് തിങ്സ്. ഇവിടെ എന്താണ് സ്റ്റോറി ഗേൾസ് ബേബി നമുക്കാണ് അവിടെ. So let's see what we're gonna buy. Guys, Zulfita fans like അടിക്കും. ആൻഡ് ഞാൻ മാത്രമല്ല ഹസ്ബൻഡിന്റെ ടീഷർട്ട് ഇടാറ്, സുൽഫും ഹസ്ബൻഡിന്റെ ടീഷർട്ട് ഇട്ടുണ്ട്, ഷൂസ് പോലും ഹസ്ബൻഡിന്റെ. അപ്പോൾ അവരത് ഡിസ്കസ് ആക്കണമായിരുന്നു ചെമ്മു പിന്നെ ബേബി. ഒരു ടീഷർട്ട് പോലും മേടിക്കാൻ അൺഎക്സ്പെക്റ്റഡ് മീറ്റ്, ഒരു ടീഷർട്ട്സ് പോലും മേടിക്കാൻ പറ്റൂല അവർക്ക്, നമ്മൾ ഇടുമെന്ന്. അതൊക്കെ നല്ല രസമല്ലേ. സോ നമുക്ക് അവിടെ നിന്ന് ഒന്നും കിട്ടില്ല ബേബിക്ക്. ഇപ്പോൾ വേറെ സ്ഥലത്ത് നോക്കാം. ഫസ്റ്റ് പോയ സ്റ്റോറിൽ അത്ര ബേബിക്ക് വേണ്ട കളക്ഷൻസ് ഒന്നും കിട്ടിയില്ല. സോ വി മോണ്ട് ടു ദ അതർ സ്റ്റോർസ്. ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന നോക്കാം. ബേബിൻ സൈഗുവ ആൻഡ് ചെമ്മു ബ്രോ ഇസ് ദർ വിത്ത് us. സുൽഫ നമ്മുടെ കൂടെയാണ്. സോ ഇവർ നോക്കി ഇങ്ങനെ എടുക്കാം. യെസ്, 2 പുതിയ പെണ്ണുമാർ. അവിടെ സോനു സ്റ്റക്കായി. കൊള്ളായിരുന്നു സോനു കയറി പിടിച്ച തിങ്. ഇറ്റ് ഈസ് ഗുഡ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു പതുക്കെ പോണേ. അവരെ കാര്യം നോക്കിക്കൊണ്ടിരിക്കും. സോ അടുത്തൊരു സെഷനിൽ വന്ന് നമ്മൾ, ബിക്കോസ് നേരത്തെ പോയതും സെറ്റായില്ല. സോ വേറെ ഇനിയൊരു സ്റ്റോറിൽ വന്നിട്ട് വി ആർ സീയിങ് സംതിങ്. ബേബി ഒരു 2-3 ഷർട്ട്സൊക്കെ നോക്കുന്നുണ്ട്. ഹാഫ് സ്ലീവാണ്. ഐ തിങ്ക് ഹി ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഹാഫ് സ്ലീവ്. ഇപ്പോൾ ഒരു ഓറഞ്ച് ബ്ലൂ ഒക്കെ നോക്കുന്നുണ്ട് ബേബി. ലെറ്റ്സ് സീ ബേബി ഏതാ നോക്കി സെലക്ട് ചെയ്യാൻ നോക്കാം. എന്തായാലും ഇപ്പോൾ ട്രയൽ ചെയ്യാൻ പോകും. സോ ഗൈസ്, ഒരു 2-3 ഷർട്ട്സ് നമ്മൾ എടുത്തു. ഹീസ് ട്രൈങ്. സോ ഇപ്പോൾ എൻ്റെ കയ്യിലും ഒരു ഷർട്ട് ഉണ്ട്. ഓൾ ഹാഫ് സ്ലീവ് ആണ് എല്ലാം. സോ ലെറ്റ്സ് സീ. ആക്ച്വലി ബ്ലേസേഴ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ലത് കിട്ടിയില്ല. ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു 2. ഒന്ന് ആനിവേഴ്സറിക്ക്, പിന്നെ എൻ്റെ കസിൻ്റെ മാരേജ് ഉണ്ട് അതിന്. സോ യാ, ലെറ്റ്സ് സീ ബേബി ഏത് സെലക്ട് ആക്കുമോ നോക്കാം. ട്രയൽ ചെയ്യാൻ പോയിരിക്കും. ഗൈസ്, പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് വരുമ്പോൾ ഒരു ബേബി പറയണേ അല്ല, ബേബി പറയണേ അല്ല, ഞാനല്ല. നമുക്ക് ആക്ച്വലി മലപ്പുറത്ത് നിന്ന് കുറേ വ്യൂവേഴ്സ് ഉണ്ട്. ആ വ്യൂവേഴ്സിൽ പെട്ടവരാണ് ഇതൊക്കെ. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഓക്കെ, യെസ്. അങ്ങനെ ബേബിയുടെ ഷർട്ടൊക്കെ എടുത്ത് കഴിഞ്ഞു. ഈ സെലക്റ്റഡ് വേണ്ടല്ലേ,
ആനിവേഴ്സറി ഡേ എന്ന് നിങ്ങൾ കണ്ടാൽ മതി. സോ ഇപ്പോൾ നമ്മൾ സോനുവിന് സാൻഡൽസ് ആണ് മേടിക്കാൻ വന്നത്. ഒരു പിങ്ക് സാൻഡൽ സോണിറ്റിന് ഓപ്പൺ ഉണ്ട്. ആക്ച്വലി ലൈറ്റ് പിങ്ക് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സോണിന് പോയിൻറ്റഡ് ലൈക്ക് ഷൂസ് പോലെ വരുമല്ലോ, ആ ടൈപ്പ് എടുക്കുക ഈ പ്രാവശ്യം. ഷീ ഈസ് നോട്ട് ഹാവിങ് ദാറ്റ് മോഡൽ. സോ എനിവേ ലെറ്റ്സ് സീ ആ മോഡൽ. യെസ്, എക്സാക്ട്ലി ഇങ്ങനത്തെ ഒരു മോഡലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോണിന് എടുക്കാൻ. ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ് ആക്ച്വലി. ഇതിൽ ഷൈനിങ്സ് ഉള്ളത്, ഗ്ലിറ്റേഴ്സ് അങ്ങനെയുള്ളതും ഉണ്ട്. ഇത് കുറച്ച് മാറ്റാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. സോ കുറച്ച് ഷൈനിങ് ആയിട്ടുള്ളത് എങ്ങനെ ഉണ്ടാവും നോക്കാം. ലൈക്ക് പാർട്ടി ടൈപ്പ്. ഇത് കുറച്ച് പാർട്ടി ടൈപ്പാണ്. ഇത് വേറെ അതിൽ തന്നെ കുറച്ചുകൂടെ പോയിൻറ്റഡ് ഹീൽസ് ആണ്. ഐ തിങ്ക് ഇത്ര ഹീൽസ് ഇട്ടിട്ട് സോനുവിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്നു. പക്ഷേ ഇറ്റ്സ് ഗുഡ്. ഇത് നല്ല രസമുണ്ട്. പക്ഷേ ഭയങ്കര ഹീൽഡാകുമ്പോൾ ഇങ്ങനെ ബെൻഡാവണം എന്ന് എടുക്കുന്നു സോണു. സോ ലെറ്റ്സ് സീ, നോക്കാം. ഡ്രസ്, സാൻഡൽസ്, വാട്ട് നോട്ട് എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. സോ വി ആർ വെരി ഹംഗ്രി. സോ ഗോണ ഹാവ് ചിക്കൻ. ഇന്ന് സൈക്കു അവർക്ക് വേണ്ടിയാണ് ചിക്കൻ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. തമാശയുടെ മുള്ളു സോനുവിന് എല്ലി, എനിക്ക് കാല് കൊടുത്താ. ഇതെല്ലാം തിന്ന് തീർത്താൽ മതി ഗൈസ്. കൂടുതൽ നിന്നിരുന്ന ബണ്ണാണ്. ഞാൻ ഈ ബണ്ണ് മാറ്റുന്നവരെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ബണ്ണ് തീരല്ലോ അത്. അത് കാണിച്ചില്ല. ഇത് ഞാൻ ഒരു കടിയും കൂടെ കഴിക്കോളൂ, എനിക്ക് മതി. സുനാൻ ഓർഡർ ആക്കാം പിസ്സ. കഴിക്കണ്ടേ? കഴിക്കണല്ലോ. ആ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല തീട്ടൊക്കെ തിന്നിട്ട് നമ്മൾ ഐ മീൻ റോസ്റ്റഡ് ചിക്കൻ. നിങ്ങളെ വായന കിട്ടിയത് നല്ല തീറ്റൊക്കെ തിന്നിട്ടെന്ന് പറഞ്ഞ അവള് പറഞ്ഞ നല്ല തീട്ടൊക്കെ തിന്നിട്ട്. ആക്ച്വലി ഞാൻ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടെന്ന് പറയാം. പക്ഷെ ഇവരെ വായന എനിക്ക് കിട്ടിയത് നല്ല തീറ്റാണ്. ഇവർ നമ്മളൊക്കെ പറയുമല്ലോ ഇത് നല്ല തീറ്റാണ് ഇവർക്ക്. അതാണ് ഞാൻ പറയാം. അപ്പൊ എല്ലാം കഴിഞ്ഞു. ഹീസ് നോട്ട് ഫീലിംഗ് വെൽ. കോൾഡായി, ലൈറ്റ് ആയിട്ട് കൊറോണ വന്ന്. No guys, he's having a cold. കുറച്ച് കോൾഡ് ആയിട്ടുണ്ട്. അപ്പോ വീട്ടിൽ പോയി ഡസ്റ്റ് അലർജി ആയിട്ടുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്ന് സാൻഡൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സൈഗു ആ നൈസായിട്ട് ഷൂ ഒക്കെ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. സോ അത്രേ ഉള്ളൂ. പിന്നെ ബേബിക്ക് വയ്യാത്തത് കൊണ്ട് കുറെ അധികം ഷോപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. ബേബി ഒരു ഷർട്ട് സോ സോണിന്റെ ഡ്രസ്സൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആനിവേഴ്സറി ആയിട്ട് സുഹാനിത്തക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുത്തില്ല, ഇതെന്ത് ന്യായാണോ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നല്ല രണ്ട് ഐറ്റംസ് ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഗൗൺ ആൻഡ് ഒന്ന് വേറെ തന്നെ മോഡൽ. എന്തായാലും അതിപ്പോൾ ഞാൻ കാണിക്കൂല. സോണിന്റെ ആനിവേഴ്സറി ടൈമിൽ ഷീൽ ബി വെയറിംഗ് ബോത്ത് ദ ഡ്രസ്സസ്. സോ യു ക്യാൻ സീ ഓൺ ദാറ്റ് ടൈം. അപ്പോൾ ടുഡേ ഐ എം ഗോണ വൈൻഡ് അപ്പ് ദിസ് വ്ലോഗ് ഗൈസ്. എന്താ പറയാനുണ്ടോ? എല്ലാം എന്താണ് അർജന്റ് അറിയോ? സോന പറഞ്ഞിട്ടുണ്ട് വീട് എത്തിയിട്ട് ജ്യൂസ് ഉണ്ടാക്കി തരണേ നിനക്ക്. അതാണ് ജ്യൂസ് കുടിക്കാണ്ട് വയ്യ. യെസ് ഗൈസ്, സോ സ്റ്റേ ട്യൂൺഡ്. വിൽ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് അടിപൊളി വ്ലോഗ്. Until then, bye bye.